ജാതി മതം നോക്കാതെ അരവണപ്പായസം കഴിച്ചവരുണ്ടോ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പല റീലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു മുസ്ലിം പെൺകുട്ടി അരവണപ്പായസം കഴിക്കുന്ന ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള റീലാണ്. അതിന്റെ കമന്റ് ബോക്സും ഭയങ്കര പോസിറ്റീവാണ്. ചില നെഗറ്റീവ് കമന്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ വേണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുഡൊക്കെ നമ്മൾ കൈമാറ്റി കഴിക്കണം. ഞാനിപ്പോൾ പള്ളിയിൽ പോയി കുർബാന കൊള്ളണമെന്നുണ്ടോ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി അർച്ചന ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഫുഡ് കൊണ്ട് തരാൻ നേരത്തെ മതത്തിന്റെ പേരിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് വിടരുത്. നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ധാരണയോടെ സ്നേഹത്തോടെ പോയി കഴിഞ്ഞാൽ വർഗീയത ഇല്ലാതാവും എന്ന വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം പറയാൻ ചെയ്തത്. എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ ആൾക്കാർ ഞാൻ തമ്മിലെടുപ്പിക്കാൻ നോക്കുകയാണ്, ഞാൻ വർഗീയവാദിയാണ് എന്നുള്ള രീതിയിലൊക്കെ കമന്റ് ഇടുന്നുണ്ട്. ഒരു കമന്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കാണിച്ചേക്കാം. ഞാൻ പറയുന്നത് വർഗീയത. ഈ ഓണ സമയത്തൊക്കെ ചില ആൾക്കാർ വന്നിട്ട് അവള് ഓണം ഹിന്ദുക്കളുടെ ആചാരമാണ്, അവരുടെ ഫുഡൊന്നും കഴിക്കരുത്, അവരുടെ പരിപാടിക്ക് പോയി തുള്ളരുത്, പെൺകുട്ടികളൊന്നും ഡാൻസ് കളിക്കരുത് എന്ന് പറയുന്നത് മതേതരത്വമാണ്. അല്ലെങ്കിൽ ക്രിസ്മസിന് സ്റ്റാർ തൂക്കരുത്, മകരജ്യോതി തൂക്കണമെന്ന് പറയുന്നതൊക്കെ മതേതരത്വമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നമ്മൾ ജീവിക്കും. പക്ഷെ ഫുഡ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, ഇതിന്റെ പേരിൽ ഫുഡിന്റെ പേരിൽ വർഗീയത ഉണ്ടാക്കരുത്. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ എല്ലാ എണ്ണവും ക്യാമ്പിൽ പോയി കിടക്കും. അപ്പൊ അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഒക്കെ കൊണ്ടുവരുന്നത് എന്നും കഴിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ള വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഞാനിപ്പോൾ ഒരു റീല് കൂടി കണ്ടായിരുന്നു ഈ അരവണയുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ കമന്റ് ബോക്സിൽ പല ആൾക്കാരും അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവം പറയുന്നുണ്ട്. ചില വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കൊണ്ട് കൊടുക്കാൻ നേരത്തെ അവർ കഴിക്കില്ല, നിങ്ങളുടെ ഫുഡാണെങ്കിൽ ഞങ്ങൾ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ടീമൊക്കെ ഉണ്ട്. അവരൊന്ന് മാറി ചിന്തിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ ഇത് സംസാരിക്കുമ്പോൾ ചില ടീമൊക്കെ വന്നിട്ട് നമ്മളെ വർഗീയവാദിയൊക്കെയാണ് ചെയ്യുന്നത്. ഇത് പറഞ്ഞതുകൊണ്ട് നമ്മൾ വർഗീയവാദി, ഇങ്ങനെ അങ്ങോട്ട് മാറി നിൽക്കരുത്, അത് വർഗീയവാദി. ഈ പരിപാടി കുത്തുതിരിപ്പ് ഉണ്ടാക്കുന്ന കുറെ ടീമുണ്ട്. അതൊക്കെ സൂപ്പറാണ്. ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്, മതപരമായിട്ട് അവകാശമാണ്. എന്ത് കുത്തിത്തീർപ്പുണ്ടാക്കുന്നത്, ഫുഡ് കഴിക്കരുതെന്ന് പറയുന്നത്, പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കുന്നു, അതൊക്കെ ഭയങ്കര അവകാശവും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത. എന്തായാലും ആ സംഭവം കൊണ്ട് മാറ്റി വെക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോകളെ മറുപടി എന്നുള്ള രീതിയിൽ ഞാനങ്ങ് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇനി എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം പുഷ്പ എന്ന് പറയുന്ന സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. ഈ പുഷ്പ എന്ന് പറയുന്ന സിനിമ റിലീസ് ആവുമ്പോൾ തന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ചില സിനിമയൊക്കെ ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ റിലീസ് ആവുന്നത് കുറെ കോമാളി കൂടി ജനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ പാവം മഹാത്മാഗാന്ധി പട്ടിണി കിടന്ന് സ്വാതന്ത്ര്യം നേടിത്തന്ന് ഇമാതിരി കോമാളിത്തരം കാണിക്കുന്നവർക്ക് കൂടി വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. എത്രയോ ആൾക്കാർ ഈ സ്വാതന്ത്ര്യ സമരത്തിന് സ്വന്തം ജീവൻ നൽകിയിട്ടാണെന്നറിയാം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. 77 വർഷമാവുന്നു ഇപ്പം. എന്നിട്ടും ഒരു സിനിമ ഇറങ്ങാൻ നേരം ഇമാതിരി കോമാളി പീസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പുഷ്പ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. ഇത് തുടക്കം എന്ന് പറയുന്നത് ആറാട്ടം എന്ന് പറഞ്ഞൊരു മോഹൻലാലിന്റെ പടത്തിനാണ്. ആറാടുകയാണെന്ന് പറഞ്ഞൊരു ടീം വന്നു. അതിനെല്ലാം കൂടെ സോഷ്യൽ മീഡിയയിൽ തലവെച്ചുകൊണ്ട് നടന്നു. അവസാനം നാട്ടിലുള്ള സിനിമാ നടിമാർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അല്ല പൊതുശല്യമായിട്ടൊരു പ്രമുഖ അണ്ണം മാറി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡാൻസുകാരൻ അണ്ണം വന്നു. അത് ഒന്നാം തരം കോമഡി പീസാണ് സംഭവം. വട്ടപ്പൂജൻ ടീമൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ കാറ് കൂവിക്കൊണ്ട് തിയേറ്ററിൽ വരാറുണ്ട്. ഇത് എറണാകുളത്താണ് ഈ പ്രകടനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തൊട്ട് തിരുവനന്തപുരത്തേക്ക് ഈ സാധനം എത്തിയിട്ടുണ്ട്. പുഷ്പ സിനിമയ്ക്ക് അതിനകത്ത് ഒരു ക്യാരക്ടർ അല്ലു അർജുൻ ഒരു സാരി എടുക്കുന്നുണ്ട്. അല്ലു അർജുൻ ആ ക്യാരക്ടറിന് വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. ഇമാതിരി ഡ്രസ്സ് ഇട്ടുകൊണ്ട് കുറെ ടീം മുഖത്ത് ചായവും തേച്ചുകൊണ്ട് വന്ന് തിയേറ്ററിൽ കിടന്ന് അങ്ങ് ബോധമില്ലാത്ത രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തിരുവനന്തപുരത്തായാലും എറണാകുളത്തായാലും ഇമാതിരി ടീമിനെ തട്ടിവിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാറിക്കൂ ഏതെങ്കിലും ഒരു സിനിമ വരാൻ നേരത്ത് അതിനകത്ത് പുഷ്പ എന്ന് പറഞ്ഞ അല്ലു അർജുൻ്റെ ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് ആ ക്യാരക്ടർ വെച്ച് അങ്ങ് നടന്ന് കോമാളി പീസ് ആവുന്ന മനുഷ്യർ. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ കണ്ടതെന്ന് വെച്ചാൽ പ്രമുഖ സാറ്റലൈറ്റ് ചാനൽ, ഈ ചാനൽ ഒരു ചർച്ചയാണ്. എന്ത് ദാരിദ്ര്യമാണ് ഈ ചാനലിലൊക്കെ. അതിനകത്ത് ഈ സന്തോഷ് വർക്കിയും പിന്നെ ഒരു ഫാൻസി ഡ്രസ് ഇട്ട് സിനിമാ തിയേറ്ററിന് മുമ്പിൽ വന്ന് നിന്ന ഒരു സാരി ഉടുത്തുകൊണ്ട് തിയേറ്ററിന് മുമ്പിൽ വന്ന് വെളിവില്ലാത്ത സംസാരിക്കുന്ന ഒരാളൊക്കെ വന്നിട്ട് ആ ചർച്ചയ്ക്കകത്ത് ഇരിക്കുക. ഇമാതിരി പരിപാടി. ഇപ്പൊ റിവ്യൂ ഒക്കെ ചെയ്യാൻ നേരത്ത് ഇപ്പൊ അശ്വന്ത് ഗോക്ക് റിവ്യൂ ഒക്കെ ചെയ്യാൻ നേരത്ത് ഈ ഡ്രസ്സ് ഇടുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഈ പുഷ്പ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇമാതിരി ടീമാണ്. ബഹളം വെക്കുക, ബോധമില്ലാത്ത രീതിയിൽ ഡാൻസ് കളിക്കുക, സ്റ്റേറ്റ്മെന്റ് പറയുക. ഒരു 10 രൂപയുടെ 10 പൈസയുടെ വിവരം പോലും ഇല്ലാത്ത കുറെ ടീം വന്നിരുന്നിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ പേരിൽ. ഇത് ഓവറല്ലേ? അത്യാവശ്യം നല്ല ഓവറല്ലേ ഇത്? എന്ത് വെളിവില്ലാത്ത ഏർപ്പാടാണ്. നിങ്ങൾ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനമില്ലേ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ? നമുക്കൊരു ആത്മാഭിമാനമൊക്കെ വേണ്ട. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കോമാളി പീസായിട്ട് സോഷ്യൽ മീഡിയയിലൊന്ന് ട്രെൻഡ് ആവാൻ വേണ്ടി കോമാളിയായിട്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ?
നിങ്ങൾ അഭിപ്രായം പറയാനാണെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇമാതിരി ഫാൻസി ഡ്രസ് ഇട്ട് ഇമാതിരി കോമാളത്തിൽ എന്തിനാണ് നിങ്ങൾ കാണിക്കുന്നത്? ഒരു 10 വർഷം കഴിയാൻ നേരത്ത് ഒന്ന് എടുത്ത് നോക്കാൻ നേരത്ത് അയ്യേ എന്ന് തോന്നുന്ന ഒരവസ്ഥ വരത്തില്ലേ? ഇമാതിരി സീനൊക്കെ കാണിക്കാൻ നേരത്ത് 10 വർഷം കഴിയാൻ നേരത്ത് അയ്യേ എന്ന് തോന്നത്തില്ലേ? ഒരു കോമഡിയായിട്ട് ഇങ്ങനെ ജീവിക്കണോ, അല്ലെങ്കിൽ ഇമാതിരി കലാപരിപാടി കാണിക്കണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അതൊരു പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സിനിമ കാണുക, അഭിപ്രായം പറയുക. സിനിമയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കാണുന്നതൊക്കെ, അഭിപ്രായം പറയുക. കോമഡിയായി ജീവിക്കരുത്. ഇമാതിരി പരിപാടിയൊക്കെ ഒരു സാറ്റലൈറ്റ് ചാനലിൽ വന്നിട്ട് 1 മണിക്കൂർ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നു. ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുഷ്പ എന്ന് പറഞ്ഞ കരിയും വയറ് തേച്ചുകൊണ്ട് ഒരു ടീം അതിനകത്ത് കയറി ഇരിപ്പുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ഉള്ള നടിമാരെ എല്ലാം അനാവശ്യം പറയുന്ന വേറൊരു ടീമിനെ പിടിച്ച് അതിനകത്ത് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ചയും, അങ്ങനെ ഒരു ചർച്ച പബ്ലിക് ന്യൂസൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാരും കുറേ സിനിമയും, ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കോമാളി കൂടി ജനിക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ.